എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷം അത്ര നല്ല വിശേഷമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ വിശേഷം കണ്ട ആർക്ക് സങ്കടം വരും. കരഞ്ഞു പോകുന്ന കുറച്ച് സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ രഞ്ജുവിനെ കണ്ടിട്ട് ഗൗരി ശങ്കറും തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഈ സമയത്ത് ഗൗരി പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്, രഞ്ജു നമ്മളോട് കള്ളം പറയുവാണോ എന്ന്. ശങ്കർ പറഞ്ഞു, എന്തിനാ രഞ്ജു കള്ളം പറയണേ? സ്വന്തം കാമുകന്റെ പേര് മാറ്റി പറയോ, അല്ലെങ്കിൽ കാമുകനെ മാറ്റി കാണിക്കേണ്ട കാര്യം അവൾക്കില്ലോ എന്ന് പറയണം. എന്തോ എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല എന്ന് പറയണേ. എന്തോ ഒരു കള്ളത്തരങ്ങളൊക്കെ രഞ്ജു കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നിനക്ക് ഇപ്പോഴും ആ ധ്രുവനെ കുറിച്ചായിരിക്കും ചിന്ത അല്ലേന്ന് ചോദിക്കണം. അതെ, ആ ധ്രുവൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തേ. എന്റെ മനസ്സിൽ അവന്റെ മുഖം അങ്ങോട്ട് മായുന്നില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാ പറയണേ. പക്ഷെ ഗൗരി, അതിന് തെളിവൊന്നുമില്ലോ. ശരിയാ ശങ്കർ പറഞ്ഞ, അതിന് തെളിവൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്നാലും ഇനിയിപ്പൊ നീ അതിനെക്കുറിച്ച് അകത്ത് ടെൻഷൻ അടിക്കണ്ട. ആദർശാണ്ട് ഒരു കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേണിയുടെ കാര്യം ഓർത്തിട്ട്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല. ശങ്കർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം ആദർശനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അതേപോലെ തന്നെയാണ് എന്റെ വേണിമോളും ഇപ്പൊ സ്നേഹിക്കുന്നേ. ഒരു കാരണവശാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആരാണോ എന്റെ അളിയൻസിനോട് ഈ ചതി ചെയ്തേ, അവനെ കണ്ടോ അവനെ ഞാൻ ഇഞ്ചിൻ ചാട്ടി ഞാൻ തീർക്കത്തുള്ളൂ. എന്റെ കയ്യിൽ അധികം വൈകാതെ തന്നെ അവനെ കിട്ടും. ഞാൻ ആ സത്യം അറിയൂന്ന് പറയാണ്. ഈ സമയത്ത് രഞ്ജുവിന്റെ അരികിലേക്ക് ധ്രുവം വരുവാണ്. അപ്പം ആദർശം ഗൗരിയും വന്ന സമയത്ത് അവിടെ ധ്രുവൻ ഉണ്ടായിരുന്നു. ധ്രുവം മറിഞ്ഞിരിക്കുമായിരുന്നു മുറിയിൽ. അങ്ങനെ ഇവര് പോയി കഴിഞ്ഞ ഉടനെ രഞ്ജുവിന്റെ അടുത്തേക്ക് ധ്രുവം വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെയല്ല നീ ചെയ്തല്ലേ, എനിക്ക് മനസ്സിലായി, ഇപ്പോഴും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന്. ഇത് കേട്ടത് രഞ്ജു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കേൾക്കണ്ട, ഇറങ്ങി പോകാൻ പറയണം. നീ എന്താ രഞ്ജു ഇങ്ങനെ പറയണേ? നിന്റെ ധ്രുവനല്ലേ, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതല്ലേ, അപ്പൊ നിനക്ക് എന്നോട് ഇഷ്ടമില്ലേന്ന് ചോദിക്കണം. ഇനി ആ ഇഷ്ടത്തിന്റെ പേരും പറഞ്ഞ് മേലാൽ ഇവിടെ കയറിപ്പോയേക്കല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത ആദർശനല്ലേ നിങ്ങൾ ഇല്ലാതാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ രഞ്ജു, എനിക്കൊരു അബദ്ധം പറ്റിയതത്. ഒരു അബദ്ധമെന്ന് മനസ്സിലായിട്ട് മാത്രമാ നിങ്ങൾ ഇപ്പം ഞാൻ വെറുതെ വിടുന്നേ. അല്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ഞാൻ അപ്പോഴേ ഞാൻ ഗൗരിയോടും ആ ശങ്കരനോടും തുറന്നു പറഞ്ഞേനാ. എനിക്ക് എത്രമാത്രം എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്നറിയോ അവരോട് കള്ളം പറഞ്ഞതിന്റെ പേരില്. ഞാൻ കാരണം ആദർശാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നിനക്ക് ഇപ്പോഴും അവനോടാ സ്നേഹമല്ലേ, എന്നോട് സ്നേഹമില്ലല്ലേ എന്ന് ചോദിക്കണം. എനിക്ക് പണ്ട് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. നിന്നോട് ഞാൻ ചെയ്യാൻ പാടത്ത് പലതും ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്ക്. നിന്റെ ധ്രുവൻ തിരിച്ച് വീണ്ടും വന്നിരിക്കല്ലേ, നമുക്കൊരു പുതിയ ജീവൻ തുടങ്ങേണ്ടെന്ന് ചോദിക്കണം. നിങ്ങളോടൊപ്പം ഒരു ജീവിതം പോലും ഇല്ല, മര്യാദയ്ക്ക് കടന്നു പൊക്കോ. നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് കൂടുതലാകണ്ട, ഇറങ്ങി പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടുവാണ് പുറത്തേക്ക്. അങ്ങനെ ധ്രുവൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് രഞ്ജു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് പ്രൊഫസർ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുവാണ്. ഡോക്ടർ പിടിച്ചു, എന്താ ഡോക്ടറെ, ശാപ്രസാദ് ഇരിക്കുന്നു പറയണം. അങ്ങനെ ഇരുന്നിപ്പം, എന്താ എന്റെ ആദർശന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി? പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെന്താ ഡോക്ടറെ? അതെ, എന്ത് പറ്റിയെന്ന് അറിയില്ല, സർജറി ഒക്കെ സക്സസ് ആയിരുന്നു പറയണം. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെ എന്താ ഡോക്ടറെ? ഡോക്ടർ കാര്യം പറ, വടച്ചുകെട്ടില്ലാതെ കാര്യം പറ. അതിപ്പോ എന്നാ പറയാ, ചിലപ്പോൾ ആദർശൻ ജീവിതത്തിലേക്ക് തിരികെ വന്നാലും ആദർശന് ചിലപ്പോൾ ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയണം. ഓർമ്മക്കുറവുള്ള അത് ചിലപ്പം നിങ്ങളുടെ പേരൊന്നും ഓർത്തെന്ന് വരുമല്ല, ചില സമയം നിങ്ങളെ ചിലപ്പോൾ ഓർത്തെന്ന് വരുമല്ല, ചിലപ്പോൾ വണ്ടിയുടെ കീയ്, ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദർശം സംസാരിച്ചൊക്കെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം. അല്ല ഡോക്ടറെ, അവന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? അല്ല, ആദർശന് എന്ത് ജോലിയാന്നാ പറഞ്ഞ്? ബാങ്കിലെ ജോലി. ഓ അങ്ങനെയല്ലേ, അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാവൂല്ലോ എന്ന് പറയാൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ വേറെ കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല, ഓർമ്മക്കുറവല്ലേ ഡോക്ടർ. അത് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേനും ഓൾറെഡി ഞങ്ങൾ മാറിക്കോളൂ എന്ന് പറയാം. ഓർമ്മക്കുറവ് അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫസർക്ക് ഒരു സമാധാനമായത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു, അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയണം. പിന്നെന്താ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് മാത്രം ഞങ്ങൾക്ക് അറിയില്ല. ഡോക്ടർ ഇങ്ങനെ വളച്ചുകെട്ടില്ലാതെ കാര്യം പറ, എന്താ എന്റെ ആദർശമോന് പറ്റിയത്? പിന്നീട് ഡോക്ടർ കുറെ കാര്യങ്ങൾ പറയണം, അതെന്താണെന്നപ്പോ കാണിക്കുന്നില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പ്രൊഫസർ 2 കണ്ണും നിറഞ്ഞൊഴുവാണ്. പ്രൊഫസർ അവിടെ കിടന്ന് പൊട്ടിക്കരയുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അതിനുശേഷം പ്രൊഫസർ ക്യാബിനിൽ പുറത്തേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുവാണ്. ഈ സമയത്താണ് ഗൗരി ശങ്കറും അങ്ങോട്ട് വരുന്നത്. ഗൗരി ശങ്കറും കയറി വരുമ്പോൾ പ്രൊഫസർ അവിടെ മാറിയിരിക്കുന്നുണ്ട്. ഇതെന്ത് പറ്റി? അല്ല, ഇതെന്ത് പറ്റി പ്രൊഫസർക്ക്? പ്രൊഫസർ തന്നെ മാറിയിരിക്കണേ, എന്ത് പറ്റി ഗൗരി ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, വാന്ന് പറഞ്ഞ് 2 പേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അച്ഛൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. പക്ഷെ പ്രൊഫസർ അതൊന്നും കേട്ടുപോലില്ല. അച്ഛാന്ന് പറഞ്ഞ് ഗൗരി പ്രൊഫസറെ കുലുക്കി വിളിക്കണം. അച്ഛാ, ഇത് എന്ത് പറ്റി? അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് മാറി നിൽക്കുന്നേ? എന്തിനാ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്.
പെട്ടെന്ന് പ്രൊഫസർ രണ്ട് കണ്ണും നിറഞ്ഞു വന്നു. എന്താ അച്ഛാ? ആദർശേട്ടനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? ആദർശേട്ടൻ ഇപ്പൊ ഒരു കുഴപ്പമില്ലോ, പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നേ? ഇത് കേട്ടതും പ്രൊഫസർ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി. ശങ്കർ പറഞ്ഞു, എന്താ അച്ഛാ? എന്താ കാര്യം? എന്താണെങ്കിലും തുറന്നു പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദർശേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാ, ഇതിനേക്കാളും നല്ല ഹോസ്പിറ്റല്. ഓ, ഇനിയിപ്പോ പണത്തെ കുറിച്ച് ആലോചിച്ചായിരിക്കും. അതേക്കുറിച്ചൊന്നും ഓലോചിച്ച അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനല്ലേ ഉള്ളേ. ഈ ശങ്കർ അച്ഛൻ്റെ കൂടെ ഉള്ളപ്പോ പിന്നെ അച്ഛൻ എന്തിനാ വിഷമിക്കണേ? എന്റെ അളിയൻസിന്റെ ജീവനം രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ കടമയല്ലേ. അതുകൊണ്ട് എന്റെ അളിയൻസിന്റെ ജീവനം ഞാൻ രക്ഷിക്കും. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയാണ്. ഈ സമയത്ത് പ്രൊഫസർ ശങ്കറിന്റെ കയ്യിലേക്ക് വീണ് പൊട്ടിക്കരയുവാണ്. ഇത് കണ്ടപ്പം ഗൗരിക്കും ശങ്കറിന്റെ മനസ്സിൽ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ തളർന്നു പോകുന്ന ആളല്ല. തങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യം തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള് ഇങ്ങനെ തളരണമെങ്കിൽ എന്തോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താച്ചാ കാര്യം എന്താന്ന് തുറന്നു പറ. പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചായിരുന്നു പറയാം. ഡോക്ടർ എന്താ വിളിച്ചിട്ട് പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറ. ഇനി ഒരിക്കലും ആദർശ് എഴുന്നേറ്റ് നടക്കില്ലെന്ന്. എഴുന്നേറ്റ് നടക്കില്ലേ? എന്താച്ചാ പറയണെന്ന് ചോദിക്കണം. അതെ, ആദർശ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്നാ പറഞ്ഞേ. എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയണം. ഒരു നിമിഷം ഗൗരി ശങ്കർ ഞെട്ടിപ്പോണ്. ഗൗരി അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കണ്ട നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം വരെ സിറ്റുവേഷനാണ്. പിന്നീട് കാണിക്കുന്ന ആദർശിനടുത്ത് മുത്തശ്ശി നന്ദിനിയമ്മയും വേണിയും ഒക്കെ നിൽക്കുന്നുണ്ട്. ആരതി ഉണ്ടാക്കൂടെ. അപ്പൊ ആദർശ് പതുക്കെ ഇങ്ങനെ കണ്ണുറക്കുന്ന കാഴ്ചയാണ് വേണിക്ക് സന്തോഷമായി. വേണി പെട്ടെന്ന് ചിന്തയും മുത്തശ്ശി നോക്കിയേ എന്റെ ചുള്ളം കണ്ണു തുറന്ന് പറയാണ്. ആദർശ് ഇങ്ങനെ കണ്ണു തിരിച്ച് ആദ്യം നന്ദിനിയമ്മേനെ നോക്കി പിന്നെ വേണിനെ എല്ലാം നോക്കുവാണ്. എന്നിട്ട് ഒരു വരണ്ട എരി പോലെ വെച്ചിട്ട് അതേപടി തന്നെ അനങ്ങാതെ കിടക്കണം. ഇതെന്താ നന്ദിനിയമ്മേ? ആദർശാണ് ഒന്നും മിണ്ടാത്തെ. ഇതെന്ത് പറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കണേ? ആരതി പെട്ടെന്ന് പറഞ്ഞു, സെഡേഷൻ കാണും വേണി ചേച്ചി. ചിലപ്പോൾ സെഡേഷൻ ആയതുകൊണ്ട് ആദർശാണ് പെട്ടെന്നൊന്നും സംസാരിക്കാത്തെ. കുഴപ്പമൊന്നുമില്ല എന്നല്ല ഡോക്ടർ പറഞ്ഞെന്ന് പറയണം. ദേ എന്റെ ചുള്ള, നീ ഇങ്ങനെ വിഷമിച്ച് കിടക്കണ്ട കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമല്ലേ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്റെ ചുള്ളം പതിവ് പോലെ ബാങ്കിലേക്ക് പോകും. പിന്നെ നമ്മൾ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കില്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം നന്ദിനിയും പറഞ്ഞു, ശരിയാ മോള് പറഞ്ഞേ. എന്റെ ആദർശ് മോൻ പഴയ പോലെ തന്നെ ഏറ്റു നടക്കും, പഴയ പോലെ തന്നെ ബാങ്കിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് എന്താ കുഴപ്പം? മുത്തശ്ശി പറഞ്ഞു, ശരിയാ, കണ്ണെ കൊള്ളാണ്ട് പിഴത്തെ കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല, നമ്മുടെ മോനെ ഒരു കുഴപ്പമില്ലെന്ന് പറയണേ. ഈ സമയത്തൊക്കെ ആദർശ് നോക്കുന്നല്ലാതെ ആരോടും സംസാരിക്കുന്നില്ല. എന്നാലും ആദർശേട്ടാ എന്തേലും എന്നോട് പറ. ഈ വേണിമോടല്ലേ കൂടെയുള്ളേ? അതെ, വേണിക്കൊരു ഇനി ഒരു പണിയും കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ? ആദർശേട്ട തല തല്ലിപ്പൊളിച്ച് അവനെ ഒന്ന് പോയി കാണുന്നുണ്ട്. അവനെ ഞാൻ തല മാത്രമല്ല തല്ലിപ്പൊളിക്കുന്നത്, അവനെ ഞാൻ വെട്ടിക്കേറി കൊല്ലൂന്ന് പറയണേ. നന്ദിനിയും പറഞ്ഞു, ദേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കണ്ട കേട്ടോ എന്ന് പറയണേ. ഈ സമയത്ത് ഗൗരി ശങ്കറും അങ്ങോട്ട് കടന്നു വരുന്നേ. അവർ രണ്ടുപേരും കടന്നു വന്നപ്പോ അവരുടെ മുഖം കണ്ടപ്പോഴത്തേനും തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നന്ദിനിയമ്മയ്ക്ക് എന്താ മോളെ, എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കണം. പെട്ടെന്ന് വേണി പറഞ്ഞു, ഇന്ന് 2 പേരും കൂടെ വഴക്കുണ്ടായിക്കാണോ? അതായിരിക്കും. അതെങ്ങനെയാ? എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ഈ ശങ്കർബായിക്ക് ഉണ്ടല്ലോ, ഗൗരിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. ആ സ്നേഹത്ത് വേണ്ടി ഒരു വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി എന്തായാലും ഒരു വഴക്കുണ്ടായി കാണും. അതാ 2 പേരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. 2 പേരുടെ മുഖം കണ്ടില്ലേ, കടന്നൽ കുത്തിവല്ലേ ഇരിക്കണേന്ന് പറയണം. പെട്ടെന്ന് മുത്തശ്ശി വെച്ചു, എന്തിനാ 2 പേരും കൂടെ പിണങ്ങിയത്? കാര്യം എന്താന്ന് പറ. പക്ഷെ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഗൗരിയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുമായിരുന്നു. നന്ദിനിയും വെച്ചു, എന്ത് പറ്റി മോളെ, എന്താ കാര്യം? ഇപ്പോഴാണ് ആദർശിന് ഒരു കുഴപ്പമില്ലോ. ആദർശ് ഇവരെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വേണു പറഞ്ഞു, നിങ്ങൾ നോക്കിയേ എന്റെ ചുള്ളം കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല എന്റെ ചുള്ളന്. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഈ സങ്കടപ്പെടുന്നേ? ഓ, നിങ്ങൾ തമ്മിലുള്ള വഴക്കായിരിക്കുമല്ലേ എന്ന് ചോദിക്കണേ. പെട്ടെന്ന് ഗൗരി വേണിയോട് ചോദിച്ചു. ശങ്കറാണ് ഈ സമയത്ത് മുഖം തിരിച്ചിരിക്കുക. ശങ്കറിനാണ് വേണിയുടെ മുഖത്തോ അല്ലെങ്കിൽ അവരുടെ ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. ഗൗരി ചോദിച്ചു, അല്ല വേണി, നിനക്ക് ആദർശനെ എന്തോരം ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അത്ഭുതത്തോടു കൂടി വേണി ഇങ്ങനെ ഗൗരിയെ നോക്കണം. അപ്പൊ എല്ലാരും ഗൗരിയുടെ മൊത്തം ഇതെന്ത് ചോദ്യം എന്നെ ഗൗരി ചോദിക്കുന്നേ? എന്റെ ആദർശനെ, എന്റെ ചുള്ളനെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നോ? എന്റെ ജീവനേക്കാൾ സ്നേഹമല്ല എന്റെ ആദർശനെ. എനിക്ക് എന്റെ ആദർശനം കഴിഞ്ഞിട്ട് ഈ ലോകത്ത് ഇപ്പൊ ആരും ഉള്ളെന്ന് പറയണം. ഇത് കേട്ടതും ഗൗരി ഇങ്ങനെ വല്ലാത്ത സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞൊഴി വേണിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ട. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട അഭിനയം എന്നൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ തന്നെ കണ്ണ് നിറഞ്ഞൊഴു ആ രംഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുപോലത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോട് നിർത്തുന്നു. നന്ദി.